അതെ പിള്ളേരെ, 3 മണിക്കൂർ കൊണ്ട് സ്ത്രീകൾക്ക് തീർക്കാൻ പറ്റാറില്ല ഷോപ്പിംഗ്. ഇതാണ് എന്റെ വല്യച്ഛൻ സ്റ്റീഫൻ റോക്കിംഗ്. ഇദ്ദേഹവും എന്റെ ചെറിയച്ഛനെ പോലെ വലിയ സയന്റിസ്റ്റ് ആണ്. ഫാമിലി മൊത്തം സയന്റിസ്റ്റുകളാണ്. പക്ഷേ ഖന്ന സാറിന്റെ കവിതയ്ക്ക് പറ്റിയ മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് മാത്രം. നോക്കു മക്കളെ, നിങ്ങളെ ഞാനിവിടെ ഇത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് എന്റെ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ കാണിക്കാനാ. ഇതാ കണ്ടോളൂ. ചിലത് പരാജയപ്പെടുകയും ചെയ്യും. ഈ കണ്ണാടിയിൽ അങ്ങനെ എന്ത് ഇന്റൻഷൻ ആണാവോ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അയ്യോ, എനിക്ക് എന്തായി പറ്റിയ? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എടാ, നീ എന്തിനാണ് എന്നെ കിളി കൂട്ടുന്നത്? വീണ്ടും ഈ കിളി കൂട്ടുകയാണല്ലോ. ഈ കമ്പ്യൂട്ടർ കണ്ടിട്ട് കൊള്ളാന്ന് തോന്നുന്നല്ലോ. എന്റെ പിള്ളേരെ, 50നോട് 50 കൂട്ടിയാ കിട്ടുന്നത് 100 ഈ സൈക്കിൾ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്ത് തന്നെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഖന്ന സാറിന്. എന്റെ പിള്ളേരെ, വീട്ടിൽ നിന്ന് എനിക്കൊരു ടെലിഗ്രാം വന്നു. നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, വിട്ടോ. ഇതെന്റെ ലേറ്റസ്റ്റ് ഇൻവെൻഷനാ. ദ ടു ടയേഴ്സ്, ബെൽ ആൻഡ് ബ്രേക്ക്, 2 ഹാൻഡിലും. അതായത് ഒരു സൈക്കിൾ. ഇതിന്റെ പേരാണ് സൈക്കിൾ എക്സ. ഇതിനൊരു സീറ്റ് കൂടി പിടിപ്പിച്ച ഇത് ഓക്കെ ആവും. ഹണി മോനെ പോയി അലമാരുന്നൊരു സീറ്റ് എടുത്തോണ്ട് വാ. ഹായ്, ഞാനാണ് സൈലക്സ ഷെയ്ക്ക് ടയർ. അതിനെ ഷേക്കൻ്റെ എന്നാണ് പറയുന്നത്. അതിനെനിക്ക് ടയറല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഷെയ്ക്ക് ടയർ തന്നത്. ഞങ്ങൾക്ക് ഏത് ജോലിയും 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ഞങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ല. ഞങ്ങൾ അഥവാ പഠിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കരിയർ സെറ്റ് ആവാറുണ്ട്. ഇനി നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഈ നഗരത്തിലെ ട്രാൻസ്പോർട്ട് വണ്ടികളെല്ലാം ഒന്നൊന്നായി നശിപ്പിക്കണം. അതെന്തിനാ എല്ലാ വണ്ടികളും നശിപ്പിക്കുന്നത്? കാരണം എല്ലാത്തിനേക്കാളും സൈക്കിളാണ് ബെസ്റ്റ്. അതായത് സൈക്കിൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ പിള്ളേരെ, 10ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ഒരു വിഷയത്തിന് പോലും തോറ്റിട്ടില്ല. നിന്റെ ഈ വിഡിത്തരങ്ങൾക്ക് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. അടികൈ ഇപ്പൊ തന്നെ അടിക്കാൻ ഞാൻ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ ട്രാൻസ്പോർട്ടുകളും നശിപ്പിച്ചിരിക്കും. അവൻ അവന്റെ ലക്ഷ്യത്തിൽ സ്റ്റാൻഡ് ഉറപ്പിച്ചിരിക്കുകയാണ്. അവനെ തടയേണ്ടി വരും. സൈക്കിളിൽ വെച്ചിരിക്കുന്നത് റെഡ് സീറ്റാ. കാരണം ഡിഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ റെഡ് സീറ്റ് മാറ്റി ബ്ലൂ സീറ്റ് വെക്കുന്നത് വരെ അവൻ ഈ നഗരം നശിപ്പിച്ചുകൊണ്ടിരിക്കും. കുറ്റം നമുക്കുമാവും. നമ്മളെങ്ങനെ കുറ്റക്കാരാവുന്നേ? എന്റെ മോനെ, നമ്മളെന്ന് ഉദ്ദേശിച്ചത് ഈ ഞാൻ തന്നെ. ദാ ഈ ഞാൻ. ചെറിയ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ സൈക്കിൾ എക്സൈ പിടിച്ചോളാം.
എന്റെ പിള്ളേരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യൂ സബ്സ്ക്രൈബ്, കമന്റ് ആൻഡ് ലൈക്ക്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു വല്യച്ഛന്റെ ഹൗവർ ബൈക്ക്. പോയി അടിക്ക് സൈക്ലക്സിനെ. അടിപൊളി ബണ്ണി, നീ നന്നായി ജമ്പ് ചെയ്തു, കലക്കി. കമോൺ ബണ്ണി, അവനെ വെറുതെ വിടരുത്. അയ്യോ എന്നെ കൊന്നേ, അയ്യോ ചാച്ചത്തേ. നിങ്ങളെല്ലാവരും വീരന്മാരാണെന്ന് എനിക്ക് നന്നായി അറിയാം. ബട്ട് ഡോണ്ട് ട്രൈ ടു ഷോ. മര്യാദക്കല്ലെങ്കിൽ നിന്റെ മമ്മിയോട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ ചെയ്യല്ലേ, എന്റെ അമ്മ പിന്നെ എനിക്ക് കഴിക്കാൻ തരില്ല. അമ്മ എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കും. ഫുഡ് സൈക്കിളാണ് അമ്മ. എന്റെ അച്ഛനാണെങ്കിൽ പൊട്ടും ശരിയാവും, പൊട്ടും ശരിയാവും, പൊട്ടും ശരിയാവും. അച്ഛൻ റീസൈക്കിളാണ്. എല്ലാ ട്രാൻസ്പോർട്ടിനെയും ഞാനിന്ന് അവസാനിപ്പിക്കും. ഇവൻ ഇവിടുത്തെ മുഴുവൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. അവൻ സൈക്കിളിനെ ഒന്നും ചെയ്തില്ല. അവനൊരു സൈക്കിൾ ആയതുകൊണ്ട് സൈക്കിളുകളെ വെറുതെ വിടും. പക്ഷേ റോഡിലുള്ള വണ്ടികളെല്ലാം തകർത്തു. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വാ, അവനെ പിന്തുടരാം. ഐഡിയ. സോർദാറെ, ഹണി, നിങ്ങൾ രണ്ടുപേരും സൈക്കിൾ എക്സോടെ ഏറ്റുമുട്ട്. അവന്റെ ശ്രദ്ധ തിരികെ. ഞാനും പോപ്പട്ടും ചേർത്ത് റെയിൽവേ ട്രാക്ക് പെട്ടെന്ന് ശരിയാക്കാം. ഇനി ആ സൈക്കിൾ എക്സോ തീർച്ചയായും മനസ്സിലാക്കും ഈ ബണ്ണി ശരിക്കും ആരാണെന്ന്. സോറി, പഞ്ച് ഡയലോഗ് കേട്ട് പറയേണ്ട എമ്പക്കം വിട്ടു പോയതാ. ഒരു സൈക്കിളും മറ്റൊരു സൈക്കിളിന്റെ മേത്ത് കൈ വെക്കില്ല.
നിന്റെ ബുദ്ധി അപാരം തന്നെ ബണി. അണേ നീ ബണിയെ കണ്ട് പഠിക്കേ. സൈക്കിൾ ഏതായാലും സൈക്കിളിന്റെ മേത്ത് കൈവെക്കാറില്ല, പക്ഷെ പൂച്ചയ്ക്ക് എന്തായാലും പോപ്പട്ടിന് എന്തുവേണേലും ചെയ്യാലോ. ഇപ്പോഴും നിനക്കോടെ മാപ്പ് ചോദിക്കാം. ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ മാപ്പ് തരും. ഇല്ല, ഞാൻ എന്റെ അവസാനത്തെ കാറ്റ് പോകുന്നത് വരെയും പ്രവർത്തിക്കും. എന്നാ പിടിച്ച ബ്ലൂ സീറ്റ്. ഹായ്, ഐ ആം സൈക്കിൾ എക്സ. അയ്യോ, ഈ സ്ഥലത്തിന്റെ ട്രാൻസ്പോർട്ട് വളരെ മോശമാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നന്നാക്കാത്തത്? അത് കൊള്ളാലോ, ഇപ്പൊ വാദി പ്രതിയായോ? ഇതൊക്കെ ചെയ്ത് കൂട്ടിയതേ നീ തന്നെയാ. അയ്യോ, ഞാനിത് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? ബൈക്ക് ശരിക്കും എന്റെ വല്യമ്മയുടെ മോളെ പോലെയാണ്, പിന്നെ കാർ എന്റെ സുഹൃത്ത്. ഞാനാ നശിപ്പിച്ചെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കും. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിച്ചു എന്ന് കരുതുന്നു. ഓക്കെ, ഇത് പിടിച്ചോളൂ. ഈ ബ്രേക്ക് എന്തിനാ ഞങ്ങൾക്ക്? അഥവാ നിങ്ങൾ സെലിബ്രിറ്റി ആയാൽ മീഡിയയോട് പറഞ്ഞാൽ മതി, സൈക്കിൾ എക്സയാണ് ഞങ്ങൾക്ക് ബ്രേക്ക് തന്നതെന്ന്.